Hello students, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ട് 3 പോയിന്റ് ഫോർമുലാസ് പഠിച്ചു. അപ്പോൾ അതിന്റെ പ്രോബ്ലംസ് ആണ് ഈ ക്ലാസ്സിൽ നോക്കുന്നത്. ഒരു പ്രോബ്ലം തന്നിരിക്കുന്നത് ഇതാണ്. വാല്യൂസ് ഓഫ് f of x equal to x raised to x are given in the table. Use all the applicable 3 point formulas to approximate f dash of 2. 2.0 means 2. അപ്പോൾ 1.8 1.9, 2, 2.1, 2.2 എന്നിങ്ങനെ എക്സ് വാല്യൂസും കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂസും ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ 3 പോയിന്റ് ഫോർമുലാസ് അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്, നമുക്ക് രണ്ട് ടൈപ്പ് 3 പോയിന്റ് ഫോർമുലാസ് ആണുള്ളത്. 3 പോയിന്റ് എൻഡ് പോയിന്റ് ഫോർമുലയും 3 പോയിന്റ് മിഡ് പോയിന്റ് ഫോർമുലയും. അപ്പോൾ 3 പോയിന്റ് എൻഡ് പോയിന്റ് ഫോർമുല യൂസ് ചെയ്യണേ നമുക്ക് ഒരു എക്സ് നോട്ടും അതുപോലെ എക്സ് നോട്ട് പ്ലസ് എച്ചും എക്സ് നോട്ട് പ്ലസ് 2h ആവശ്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 ആണ് എക്സ് നോട്ടായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ എക്സ് നോട്ട് പ്ലസ് എച്ച് ഇവിടെ നോക്കിയ ഡിഫറൻസ് 0.1 വീതമാണ് ഡിഫറൻസ് തന്നിരിക്കുന്നത്. ഡിഫറൻസ് നിങ്ങൾക്ക് എങ്ങനെയാണ് ആ പോയിന്റ്സ് കിട്ടുന്നത് എന്നനുസരിച്ചിട്ട് എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ 0.1 എന്നുള്ള രീതിയിൽ ഇവിടെ ഡിഫറൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ 3 പോയിന്റ് എൻഡ് പോയിന്റ് ഫോർമുല യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എക്സ് നോട്ട് പ്ലസ് എച്ച് എക്സ് നോട്ട് പ്ലസ് 2h ആ 3 വാല്യൂസ് ടേബിളിൽ നിന്ന് കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 പോയിന്റ് എൻഡ് പോയിന്റ് ഫോർമുല യൂസ് ചെയ്യാം. അപ്പോൾ അതുപോലെ 3 പോയിന്റ് മിഡ് പോയിന്റ് ഫോർമുലയിൽ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ചും എഫ് ഓഫ് എക്സ് നോട്ട് മൈനസ് എച്ചും ആണ് വരുന്നത്. അപ്പോൾ എക്സ് നോട്ടും എക്സ് നോട്ട് പ്ലസ് എച്ചും എക്സ് നോട്ട് മൈനസ് എച്ചും, അതായത് ഒരു പെർട്ടിക്കുലർ ഏത് വാല്യൂവിലാണോ ഇവാല്യൂറ്റ് ചെയ്യേണ്ടത് ആ വാല്യൂം അതിൻ്റെ മുകളിൽ വരുന്ന വാല്യൂം താഴെ വരുന്ന വാല്യൂം അത് മിഡായിട്ട് വന്നിട്ട്, മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, എൻഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ ആ പോയിന്റും അത് കഴിഞ്ഞിട്ടുള്ള 2 പോയിന്റും കൂടി കിട്ടണമായിരുന്നു. അപ്പോൾ ആ രീതിയിലാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് എങ്കിൽ ഇവിടെ നമുക്ക് 4 എല്ലാ പോസിബിൾ 3 പോയിന്റ് ഫോർമുലാസും എന്നാണ് ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ 4 രീതിയിൽ ഇവിടുത്തെ 3 പോയിന്റ് ഫോർമുലാസ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഇവിടുത്തെ എക്സ് നോട്ട് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇവിടെ നോക്കി എനിക്ക് 3 പോയിന്റ് എൻഡ് പോയിന്റ് ഫോർമുലയാണ് എങ്കിൽ h ഈക്വൽ ടു 0.1 വെച്ചിട്ടും h ഈക്വൽ ടു മൈനസ് 0.1 വെച്ചിട്ടും എടുക്കാനായിട്ട് പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ h ഈക്വൽ ടു 0.1 ആണ് നമ്മൾ എടുക്കണമെങ്കിൽ നമുക്ക് എക്സ് നോട്ട് 2 ആണ്. എക്സ് നോട്ട് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ 2.1 ആണ്. എക്സ് നോട്ട് പ്ലസ് 2h എന്ന് പറഞ്ഞാൽ 2.2 ആണ്. അപ്പോൾ എല്ലാ വാല്യൂസും ഇവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഒരു ടൈപ്പായിട്ട് നമുക്ക് 3 പോയിന്റ് എൻഡ് പോയിന്റ് ഫോർമുല വിത്ത് h ഈക്വൽ ടു 0.1 എടുക്കാം. അതുപോലെ h ഈക്വൽ ടു ഞാൻ മൈനസ് 0.1 എടുത്താൽ നിങ്ങൾക്കറിയാം എക്സ് നോട്ട് 2 ആണ്. മൈനസ് 0.1 ആണ് എടുക്കണമെങ്കിൽ എക്സ് നോട്ട് മൈനസ് എച്ചും എക്സ് നോട്ട് മൈനസ് 2h ആണ് നമ്മുടെ കൂടെ വരേണ്ടത്. അപ്പോൾ എക്സ് നോട്ട് മൈനസ് എച്ച് എന്ന് പറയുമ്പോൾ 1.9 ആണ്. എക്സ് നോട്ട് മൈനസ് 2h എന്ന് പറയുമ്പോൾ 1.8 ആണ്. ആ 2 വാല്യൂസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ 2-ൽ നിന്ന് ഇങ്ങോട്ട് 2 വാല്യൂസ് എടുത്തിട്ടുള്ള എൻഡ് പോയിന്റ് ഫോർമുല എടുക്കാൻ പറ്റും. 2-ൽ നിന്ന് ഇങ്ങോട്ട് 2 വാല്യൂസ് എടുത്തിട്ടുള്ള എൻഡ് പോയിന്റ് ഫോർമുല എടുക്കാൻ പറ്റും. ഇങ്ങോട്ട് എടുക്കുമ്പോൾ നമുക്ക് h ഈക്വൽ ടു 0.1 ഇങ്ങനെ 3 വാല്യൂസ് എടുക്കുമ്പോൾ നമുക്ക് h ഈക്വൽ ടു മൈനസ് 0.1 ആണ് എടുക്കുന്നത്. അത് എൻഡ് പോയിന്റ് ആയിട്ട് വരണം. ഏത് വാല്യൂവിലാണ് നമ്മൾ വാല്യൂറ്റ് ചെയ്യുന്നത് അത് എൻഡ് പോയിന്റ് ആയിട്ട് വരണം. അത് ഫസ്റ്റ് എൻഡ് പോയിന്റ് ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ വരും, ലാസ്റ്റ് എൻഡ് പോയിന്റ് ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, മനസ്സിലായോ? ആ ഒരു രീതിയിൽ ഇത് എൻഡ് പോയിന്റ് ആയിട്ട് വരുന്ന രീതിയിൽ എച്ചിനെ നമ്മൾ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. h 0.1 എടുക്കുമ്പോൾ ഇതിന് താഴത്തേക്കുള്ള വാല്യൂ, h ഈക്വൽ ടു മൈനസ് 0.1 എടുക്കുമ്പോൾ ഇതിന് മുകളിലേക്കുള്ള വാല്യൂ ആണ് ഇവിടെ നമുക്ക് എടുക്കാനായിട്ട് പറ്റുക. ആ വാല്യൂസ് ഇവിടെ അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് ഈ 2 ഫോർമുലയും യൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ 1.8 ആബ്സെന്റ് ആയിരുന്നു എങ്കിൽ, 1.8 എന്നുള്ള വാല്യൂ ആബ്സെന്റ് ആയിരുന്നു എങ്കിൽ നമുക്ക് h ഈക്വൽ ടു മൈനസ് 0.1 എന്നുള്ള വാല്യൂ എടുത്ത് 3 പോയിന്റ് എൻഡ് പോയിന്റ് ഫോർമുല പറയാനായിട്ട് പറ്റില്ലായിരുന്നു കേട്ടോ. അപ്പം എല്ലാ വാല്യൂസും അവിടെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് 2hലും നമുക്ക് എൻഡ് പോയിന്റ് ഫോർമുല പറയാൻ പറ്റും. അതാണ് ആദ്യത്തെ 2 ടൈപ്പ് വരുന്നത്. പിന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നത് മിഡ് പോയിന്റ് ഫോർമുലാസ് ആണ്. അപ്പം മിഡ് പോയിന്റ് ഫോർമുല നോക്കുമ്പോൾ ഈ 2x നോട്ട് എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആയിട്ട് വരണം. അപ്പം അതിന് തൊട്ട് മുകളിലത്തെ വാല്യൂം തൊട്ട് താഴത്തെ വാല്യൂം എടുത്തിട്ട് നമുക്കൊരു മിഡ് പോയിന്റ് പറയാം. അപ്പം h ഈക്വൽ ടു 0.1 എടുത്തിട്ട് അതിന് തൊട്ട് മുകളിലത്തെ വാല്യൂ എക്സ് നോട്ട് മൈനസ് എച്ച് എന്ന് പറഞ്ഞാൽ 1.9 ആണ്. എക്സ് നോട്ട് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ ആ ഫോർമുലയിൽ വരുന്ന വാല്യൂസ് നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഏതൊക്കെ വേണം എന്നുള്ളത് പറയുന്നത്. അപ്പം എക്സ് നോട്ട് മൈനസ് എച്ചും എക്സ് നോട്ട് പ്ലസ് എച്ചും ആണ് അതിൽ ആവശ്യം വരുന്ന ഫോർമുലാസ്. ഇത് മിഡ് പോയിന്റ് ആയിട്ട് നിന്നിട്ട് അപ്പം ഇവിടെ h ഈക്വൽ ടു 0.1 എടുത്താൽ
ഇവിടെ 1.9 എക്സ് നോട്ട് മൈനസ് എച്ച് ആയിട്ടും 2.1 എക്സ് നോട്ട് പ്ലസ് എച്ച് ആയിട്ടും എടുത്തിട്ട് നമുക്ക് ഒരു മിഡ് പോയിന്റ് ഫോർമുല കിട്ടും. ഇനി h ഈക്വൽ ടു 0.2 കൊടുത്താൽ, ഇത് മിഡ് പോയിന്റ് h ഈക്വൽ ടു 0.2 കൊടുത്താൽ എക്സ് നോട്ട് മൈനസ് എച്ച് ഈക്വൽ ടു 1.8ഉം എക്സ് നോട്ട് പ്ലസ് എച്ച് ഈക്വൽ ടു 2.2ഉം ശരിയല്ലേ? അപ്പോഴും ഈ എക്സ് നോട്ട് മിഡ് പോയിന്റ് ആയിട്ട് തന്നെയാണല്ലോ വരുന്നത്. അപ്പോൾ ഈ വാല്യൂസ് ഇവിടെ അവൈലബിൾ ആയതുകൊണ്ട് h ഈക്വൽ ടു 0.2 എടുത്തിട്ടും നമുക്ക് മിഡ് പോയിന്റ് ഫോർമുല പറയാനായിട്ട് പറ്റും. അപ്പം ഇതിൽ 2.2ഓ 1.8ഓ ഏതെങ്കിലുമൊക്കെ ആബ്സെന്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പ് മാത്രമേ പറ്റുള്ളായിരുന്നു കേട്ടോ, 0.1 ഉള്ള ടൈപ്പ് മാത്രമേ പറ്റുള്ളായിരുന്നു. പക്ഷെ ഇവിടെ ഇത് കിട്ടുന്നത് കൊണ്ട് നമുക്ക് ഈ രണ്ടും പറയാൻ പറ്റും. അപ്പം നമ്മളോട് എല്ലാം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഈ 4 എണ്ണവും നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും 1ഓ 2ഓ മാത്രം ചെയ്താൽ മതിയാവുമായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എച്ച് എടുത്തിട്ട് അതിന് കറസ്പോണ്ടിങ് എൻഡ് പോയിന്റും അതിന് കറസ്പോണ്ടിങ് മിഡ് പോയിന്റും മാത്രം ചെയ്താൽ മതിയാവുമായിരുന്നു. ഈ പ്രോബ്ലത്തിൽ എല്ലാ പോസിബിലിറ്റിയും പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ എല്ലാ പോസിബിലിറ്റിയും ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെ 4 പോസിബിലിറ്റി, ഇനി ഇതിൽ കൂടുതൽ പോസിബിലിറ്റി ഇല്ല, ശരിയല്ലേ? അപ്പോൾ 4 പോസിബിലിറ്റിയും എടുക്കാനായിട്ടുള്ള കാരണം അതാണ്. അപ്പോൾ ഈ 4 പോസിബിലിറ്റിയിലും വരുന്ന ഫോർമുലാസ് 1 by 1 ആയിട്ട് നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ യൂസിങ് ദ എൻഡ് പോയിന്റ് ഫോർമുല വിത്ത് h ഈക്വൽ ടു 0.1 അതാണ് നമ്മൾ ആദ്യം ചെയ്യാനായിട്ട് പോണത്. ഓക്കെ, അപ്പോൾ ഫോർമുല വരുന്നത് ഇതാണ്. എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 1/2h ഇൻറ്റു -3 ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് 4 ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് 2h എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് h ഈക്വൽ ടു 0.1ഉം എക്സ് നോട്ട് ഈക്വൽ ടു 2 ആയതുകൊണ്ട് നമ്മുടെ ഫോർമുല ഇങ്ങനെയാണ് വരിക. ഈ വാല്യൂസ് എല്ലാം നമുക്ക് ടേബിളിൽ നിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അത് അതിന് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ആൻസർ കാൽക്കുലേറ്റ് ചെയ്തു. ഇത് സിമ്പിളായിട്ട് ചെയ്യാം. ഫോർമുല അറിയാമെങ്കിൽ ഈ ഫോർമുല ബൈ ഹാർട്ട് പഠിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഫോർമുല അറിയാമെങ്കിൽ പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് സിമ്പിളായിട്ട് പ്രോബ്ലം ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ആദ്യത്തെ കേസ് വരുന്നത്. ഇനി രണ്ടാമത്തെ h ഈക്വൽ ടു -0.1 വരുമ്പോൾ ഫോർമുല സെയിം തന്നെ, എച്ചിൻ്റെ പ്ലേസിൽ -0.1 കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ എക്സ് നോട്ട് മൈനസ് എച്ചും ഇവിടെ എഫ് ഓഫ് എക്സ് നോട്ട് -2h വരും. അതാണ് ഒരു ഡിഫറൻസ് വരിക. ഇവിടെ -h വരുമ്പോൾ -0.1 വരുമ്പോൾ ഉള്ള വ്യത്യാസം. ഇതിൻ്റെ രണ്ടിൻ്റെയും വാല്യൂസ് ടേബിളിൽ നിന്നെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് ആൻസർ കണ്ടുപിടിക്കുക. ഇതാണ് ഇത് കിട്ടുക. ഇനി മിഡ് പോയിന്റ് ഫോർമുലാസ്, ഇതാണ് നമ്മുടെ മിഡ് പോയിന്റ് ഫോർമുല. അതിൽ h ഈക്വൽ ടു 0.1 കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് എഫ് ഡാഷ് ഓഫ് 2 ഇത് കിട്ടും. അതുപോലെ h ഈക്വൽ ടു 0.2 കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിഡ് പോയിന്റ് ഫോർമുല ഇതാണ് വരിക. ഇതിൻ്റെ വാല്യൂ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾ ഒരു സ്റ്റെപ്പും കൂടെ എഴുതുക. ആൻസർ നമുക്ക് 22.4146163 എന്നാണ് വരിക. അപ്പോൾ 4ലും ഏകദേശം അപ്രോക്സിമേറ്റ് 22 പോയിന്റ് സംതിങ് ഉള്ള വാല്യൂസ് കിട്ടിയിട്ടുണ്ട് അല്ലേ? നമുക്കതിൻ്റെ ആക്ച്വൽ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പറഞ്ഞിട്ടില്ല, എന്നാലും നമുക്ക് ആ ആക്ച്വൽ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്ത് എറർ ഒന്ന് കണ്ടെഴുതാം. അപ്പോൾ x e റേസ് ടു എക്സ് അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ e റേസ് ടു എക്സ് പ്ലസ് x e റേസ് ടു എക്സ് ഇത് 2ൽ ഇവാലുവേറ്റ് ചെയ്താൽ ഇതാണ് അതിൻ്റെ ആക്ച്വൽ വാല്യൂ വരുന്നത്. അപ്പോൾ ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ അല്ലേ? ആ ഡിഫറൻസിനെയാണ് നമ്മൾ എറർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ h ഈക്വൽ ടു 0 എൻഡ് പോയിന്റ് ഫോർമുലയിൽ h ഈക്വൽ ടു 0.1 ആകുമ്പോഴുള്ള എറർ, ആ ഡിഫറൻസ് കണ്ടാൽ മതി എറർ കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ h ഈക്വൽ ടു -0.1 ആകുമ്പോഴുള്ള എറർ ഇതാണ്. കിട്ടിയ വാല്യൂം ഇതും കൂടി ഡിഫറൻസ് കണ്ടാൽ മതി കേട്ടോ. ഇതാണ് ഇതിലെ മിഡ് പോയിന്റ് ഫോർമുല വിത്ത് h ഈക്വൽ ടു 0.1ലെ എറർ. അതുപോലെ ഇതാണ് മിഡ് പോയിന്റ് ഫോർമുല വിത്ത് h ഈക്വൽ ടു 0.2ലെ എറർ. ഓക്കെ, ഏറ്റവും എറർ കുറവ് മിഡ് പോയിന്റ് ഫോർമുല വിത്ത് h ഈക്വൽ ടു 0.1ലാണ് വരുന്നത്. മിഡ് പോയിന്റ് ഫോർമുലയായിരിക്കും എപ്പോഴും എറർ കുറവ് വരുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പ്രോബ്ലം എളുപ്പമാണ്. അപ്പോൾ ഇത് പഠിക്കുക.